ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നുള്ളതാണ്. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം റിജിൽ മാക്കുറ്റി അഭിവാദ്യം ചെയ്യുകയാണ്. തൻ്റെ അനുയായികളെ ഒക്കെ അദ്ദേഹം കൈകൊടുത്ത് ഒക്കെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കരഘോഷത്തോടെയാണ് അദ്ദേഹത്തെ എതിരേൽക്കുന്നത്. അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പോവുകയാണ്. റിജിൽ മാക്കുറ്റി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഭരണഘടന കയ്യിലേന്തി റിജിൽ മാക്കുറ്റി. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട റിജിൽ ചന്ദ്രൻ മാക്കുറ്റി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. 39 കാഞ്ഞിര ശ്രീമതി മഞ്ജുഷ പി. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മഞ്ജുഷ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് റിജിൽ മാക്കുറ്റി ഭരണഘടന കയ്യിലേന്തി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പോകുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, കോഴിക്കോട് കോർപ്പറേഷനിലും സത്യപ്രതിജ്ഞ ചടങ്ങ് തുടരുകയാണല്ലോ, വിവരങ്ങൾ. അനുജ, കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി, അതായത് UDF മേൽക്കൈയോടുകൂടി LDF ഇത്തവണ, അതായത് ചുരുങ്ങിയ സീറ്റിലെങ്കിലും LDF ഇത്തവണ വീണ്ടും അധികാരത്തിലേക്ക് കയറും. എല്ലാ കോർപ്പറേഷനുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങ്, കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുകയാണ്. ഭരണസമിതികളുടെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അവധി ദിനമായിട്ടും സത്യപ്രതിജ്ഞ നടത്തുന്നത്. പുതിയ ഭരണസമിതികൾക്ക് ചുമതല ഏൽക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവിധയിടങ്ങളിൽ ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കുറെ പൂർത്തിയായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.